എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം അങ്ങനെ നമുക്ക് തുറന്നു കേട്ടോ. വെള്ളം ഇതും തന്നെ കുടിച്ചു, വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു തോതിൽ ഡ്രസ്സൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ പോകാം കേട്ടോ. ഡ്രസ്സ് കടയ്ക്ക് പോവുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോകാം കേട്ടോ. നോമ്പ് തുറക്കാൻ ജ്യൂസ്, ചായ, വട അതൊക്കെ തന്നെ കേട്ടോ. പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും താഴത്തിറങ്ങി നിൽക്കുന്നുണ്ട്. വാതിൽ പൊട്ടിട്ട് പോകണ്ട. നോമ്പ് തുറന്നിട്ട് പോകുമ്പോൾ അതൊരു സമാധാനമല്ലേ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി വന്നിട്ട് വേണം ശേഷം നിസ്കരിക്കാൻ. കടയിൽ തിരക്കുണ്ടോ എന്തോ അറിയില്ല. നട്ടാ പൂട്ടും. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ എന്നാൽ ശരി, ഞങ്ങൾ പൂട്ടിട്ട് ആരും ഇല്ല തോന്നുന്നു കേട്ടോ. ഇന്ന് വണ്ടികളൊന്നും ഇല്ല, അതുകൊണ്ട് ഇന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഗേറ്റ് അടക്കട്ടെ, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ചായയും വെള്ളം. പിന്നെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾ പറഞ്ഞ ബിരിയാണി മതിയെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടെ 110 രൂപയുള്ളൂ കേട്ടോ ബിരിയാണിക്ക്, ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ എന്നാൽ ശരി, ഇത് നമ്മുടെ ഫാത്തിമ കുട്ടീനെ സ്കൂളിൽ പോണ അവിടെ കേട്ടോ, അവിടുത്തെ ഹോട്ടലാണ്. അപ്പോൾ നേരെ നമ്മൾ അവിടെ കാട്ടാ പോയത്. അവിടെ പോയിട്ട് അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടാണ്. പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ ഓരോ 10 റുപ്യേൻ്റെ ഉപ്പ് സോഡയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഓട്ടോയിൽ തന്നെ നിന്നു കേട്ടോ. പിന്നെ റിയാസ്ക്ക് വാങ്ങിയിട്ട് വന്നു. പിന്നെ അത് വണ്ടിയിലാട്ടോ വെച്ച് നല്ല ബിരിയാണി വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ചു. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനാട്ടോ പോയി. കുറേ തിരഞ്ഞു കേട്ടോ. കടകൾ ഒക്കെ പൂട്ടിയിരിക്കണം, അധികം കടകളൊന്നുമില്ല. ടൗണിൽ അധികം തിരക്കും കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ തപ്പി നടന്ന് 2-3 കട കണ്ടു. പക്ഷേ കയറി നോക്കിയപ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ, ഒന്നും കാണാനില്ല. ഇനിയൊക്കെ പോയതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. കാലിയായി കിടക്കണം. റോഡിലൊന്നും അധികം തിരക്കില്ല. നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിട്ട് ഉണ്ടാവും. അതുകൊണ്ട് റോഡൊക്കെ നല്ല കാലിഞ്ഞ്. പെരുന്നാൾ രാവിലെയൊക്കെ ആയിരിക്കും ഭയങ്കരമായി തിരക്കുണ്ടാവുക കേട്ടോ. അപ്പം ശൂന്യമായിട്ട് കിടക്കണം നമ്മുടെ ടൗണൊക്കെ. പിന്നെ തിരഞ്ഞ് പിടിച്ച് നമ്മൾ 2-3 കടയിലൊക്കെ കയറിയിട്ടോ. അപ്പോൾ ഫുഡ് വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ പോയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 8:30-ക്കൊക്കെ തുണിക്കട തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കടയിൽ അങ്ങോട്ട് കയറി നോക്കിയപ്പം കാര്യമായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഈ കടയിൽ കയറിയപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ളതൊക്കെ ചെറുത് നല്ല റേറ്റ് കിട്ടാം, ഭയങ്കര റേറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും പെരുന്നാളാണ്, അപ്പോൾ കുട്ടികൾ പറയില്ലേ എടുത്തില്ലെങ്കിൽ, പെരുന്നാളായിട്ട് എല്ലാവരും ഇടുമ്പോൾ നമുക്കൊന്നും എടുത്തില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തോതിലൊക്കെ ഒന്ന് ഒപ്പിക്കാമെന്ന് വേണ്ടിയിട്ട് പോയതാട്ടോ. എല്ലാ കൊല്ലം എടുക്കണതല്ല, അപ്പോൾ ഇക്കൊല്ലം എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാണ്. നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര റേറ്റ് കൂടുതൽ കേട്ടോ. നമുക്കൊന്നും താങ്ങാത്തൊരു റേറ്റാണ് അവർ പറയുന്നത്. പിന്നെ ഈ കടയിൽ കയറിയിട്ട് ഇവിടുന്ന് നമ്മൾ റെജിക്കുട്ടിക്ക് ചെറിയൊരു സാധാരണ ഇടാൻ പാകത്തിനുള്ള 2 ജോഡി ഡ്രസ്സ് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ തൊട്ട് തന്നെ നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് ഇറാനി ഫർദാസ് പറഞ്ഞിട്ട് ഒരു ഫർദ കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഒരു ഫർദ എടുക്കണത്. ഞാൻ ഇതുവരെ പൈസ കൊടുത്ത് ഫർദ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ തരുന്ന ഫർദ ഇങ്ങനെ ഇടുക എന്നല്ലാണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നല്ലൊരു ഫർദ കട കേട്ടോ, നല്ല റേറ്റും കുറവ്. നമുക്ക് പാവങ്ങൾക്കൊക്കെ നമുക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റിയ നല്ല ഫർദ കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്ലൂ കളറിൽ എടുത്തു കേട്ടോ. ഇറാനി ഫർദാസ് എന്നാണ് കടൻ്റെ പേര്. അപ്പോൾ നമ്മുടെ പാലക്കാട് ടൗൺ താഴെയാണ് കേട്ടോ കട വരുന്നത്. നമ്മുടെ മില്യൻ കടൻ്റെ തൊട്ട് സൈഡിലായിട്ട് കേട്ടോ കട വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഫർദി എടുത്തിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ അവിടെ നിന്നൊരു പയ്യൻ വന്ന് വിളിച്ചിട്ട് പോയതാട്ടോ. അവിടെ നല്ല ഫർദുണ്ട് താത്ത പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പോൾ കിട്ടിയതാട്ടോ. ഒരു ഇലക്കിലൊരു ഫർദ് കിട്ടി. അപ്പം ഞാനിനി ഒരു നെയ്റ്റി എടുത്തു തന്നു കേട്ടോ. പിന്നെ ചുരിദാറൊന്നും എടുത്തിട്ടില്ല. ഫർദ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുതിയ ഫർദ എടുക്കുന്നത്. എപ്പോഴും ഓരോരുത്തർ തന്ന ഫർദ കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇതുവരെ ഫർദ പുതിയത് ഞാൻ മേടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടൊരു ഫർദ മേടിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാളിന് എന്തായാലും നമുക്ക് നേരത്തെ കാലത്ത് ഡ്രസ്സ് കിട്ടിയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നോൽമ്പ് മൊത്തം കഴിഞ്ഞ് പെരുന്നാരാവിൻ്റെ അന്നായിരിക്കും ഡ്രസ്സ് എടുക്കാൻ പോവുക. അപ്പോൾ ഒരു സങ്കടമായിരിക്കും കേട്ടോ. എല്ലാവരും എടുത്തിട്ട് നമുക്ക് അവസാനം എടുക്കുമ്പോൾ ഒരു സങ്കടമായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നോമ്പ് ഒരു 7-8 ആകുമ്പോൾ നോമ്പൊരു
ലാസ്റ്റ് 3-ാമത്തെ 10-ൽ 2-ാമത്തെ നോമ്പ് കഴിഞ്ഞതും എടുക്കാൻ പറ്റി. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പഠിച്ചവനോട് ഒരുപാട് സ്തുതിക്കണം ഞാൻ. എന്തായാലും റിയാസ്ക ഉള്ള പേസിനെയൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടികൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് എടുത്തില്ലെങ്കിൽ അവർക്കൊരു സങ്കടമല്ലേ. എല്ലാ കൊല്ലം ഇട്ട് കഴിയുമ്പോൾ ഇക്കൊല്ലം എന്താണെന്ന് വിചാരിക്കൂലേ. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളതിൽ നമുക്ക് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ഇതാട്ടോ മില്യൻ എന്ന് പറഞ്ഞ ഈ കടയിലാണ് പോയ പ്രാവശ്യം റിൻസിമോൾക്ക് ഇവിടുന്ന് തന്നെ കേട്ടോ എടുത്തത് ഡ്രസ്സ്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടുന്ന് എടുക്കാനായി യോഗം. അപ്പോൾ അവൾക്ക് കുറേ കാട്ടിക്കൊടുത്തു കേട്ടോ. ബ്ലാക്കും റെഡും വൈറ്റും ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡലുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഈ കളർ കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടത്. അവൾക്ക് അവളോട് ഇത് എടുക്കാൻ പറഞ്ഞപ്പോൾ അവളിത് എടുത്തില്ല. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല പക്ഷെ പഴയൊരു മോഡലാണ് കേട്ടോ. പോയ കൊല്ലം എന്തോ ഇറങ്ങിയ മോഡലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾക്ക് അത്ര ഒരു ഇഷ്ടമായില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും ബ്ലാക്കും ഒക്കെ. പിന്നെ ഇപ്പം ഇറങ്ങിയൊരു മോഡലുണ്ടല്ലോ, അതുപോലത്തെ ബാബാ സൂട്ട് പോലത്തെ അങ്ങനത്തെയൊക്കെ ആയിട്ട് എടുത്തത്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ എടുക്കുന്ന ഡ്രസ്സൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളായിട്ട് ഇട്ട് കാണാം. പിന്നെ എവിടെയും പോകണമെന്നില്ലല്ലോ, നമ്മൾ വീട്ടിൽ തന്നെയല്ലേ. നമുക്ക് പിന്നെ ആഘോഷങ്ങളൊക്കെ കുറവാണ്. എന്നാലും കുട്ടികൾക്കൊരു ചെറിയ തോതിൽ ഡ്രസ്സ് എടുത്തു എന്ന് മാത്രം കേട്ടോ. വലിയൊരു ഗംഭീരമായിട്ടൊന്നുമില്ല. ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ പോകാനും ഒക്കെ ഒരു രസമല്ലേ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ. എനിക്ക് പുറത്തിങ്ങനെ ജാലി അടിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ റിയാസ്ക്ക് എവിടെയും കൊണ്ടുപോകില്ല, അതാണ് പ്രശ്നം. നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പോകാനൊക്കെ വണ്ടിയിൽ. എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം കൊണ്ടുപോകും, അല്ലാണ്ട് വേറെ ദൂരത്തേക്കൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. പാർക്ക് ബീച്ച് പറഞ്ഞ പോലെ ഒന്നും അധികം എവിടെയും പോയിട്ടില്ല. ഇപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഇപ്പം ജീവിതം ഒന്ന് ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു വീട്ടിലിരിക്കണതും ഇങ്ങനെയൊക്കെ നേരത്തെ ഡ്രസ്സ് എടുക്കണതും ഒക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും പ്രാവശ്യം നല്ലൊരു ഡ്രസ്സ് എടുത്തപ്പോൾ കുറച്ച് കർച്ചീപ്പൊക്കെ തന്നു കേട്ടോ അവർ. അങ്ങനെ നമ്മൾ 11 മണിക്കാട്ടോ കടയിൽ നിന്ന് ഇറങ്ങിയത്. 8:30-ക്ക് കയറിയിട്ട് 11 മണിക്കാണ് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ആകെ ക്ഷീണിച്ചു, വെള്ളം കുടിച്ച് ദാഹിച്ച് വലഞ്ഞ് നോമ്പ് മുറിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കടയിൽ നിന്നൊക്കെ ഓരോ കുപ്പി വെള്ളമൊക്കെ കുടിച്ച് കയറ്റിയിട്ടുണ്ട് ഞാൻ. പിന്നെ അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ കേട് വന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ 7 മണിക്ക് വാങ്ങി വണ്ടിയിൽ വെച്ചാണ് കേട്ടോ. പിന്നെ റിയാസ്കാക്കും മണ്ട കഴിഞ്ഞിരിക്കണം കേട്ടോ. വിശന്ന് അലഞ്ഞിരിക്കണം മൂപ്പരും. ദേഷ്യമൊക്കെ വരുന്നുണ്ട് തിരിച്ച്. പിന്നെയും കുട്ടികൾക്കല്ലേ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഓരോ ഉപ്പ് സോഡയും വാങ്ങിച്ച് കുടിച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് തകർത്ത് പൊളിക്കാൻ ബിരിയാണി. അങ്ങനെ ഞാൻ വേഗം പോയതും ഏശയൊക്കെ നിസ്കരിച്ച് പിന്നെ ഫാത്തിമക്കുട്ടിക്ക് പോയതും ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ എല്ലാം അവിടെ ചട്ടിയിൽ കൂട്ടിക്കട്ടി നമ്മൾ എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഒരേ അടിയായിരുന്നു, ബിരിയാണി അടി. പിന്നെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ബിരിയാണി കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എപ്പോഴൊന്നും വാങ്ങില്ലല്ലോ, എപ്പോഴെങ്കിലും കുടുംബത്തിലല്ലേ എങ്ങനെ വാങ്ങുള്ളൂ. അപ്പം ഞാനും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പം ഞാനും എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുത്ത് സമാധാനത്തിൽ ഇരുന്ന് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ബിരിയാണി കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. കാരണം ഒരുപാട് വിശന്നതുകൊണ്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും കേട്ടോ. അതങ്ങനെയാണ്, നമ്മൾ ഒരുപാട് വിശന്ന് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി കേട്ടോ. ചെറിയൊരു സങ്കടങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഒക്കെ അടക്കി പിടിച്ച് നമ്മൾ ഇരിക്കുകയാണ്. എന്നാലും എന്താ പറയുക, പഠിച്ചവൻ്റെ ഓരോ ഇത് പറഞ്ഞ പോലെ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഞാനൊന്നും ആലോചിക്കണില്ല. എന്നാലും നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. അപ്പോൾ അവരിനെ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാട്ടോ ഞാൻ. പഠിച്ചവൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ ഫർദ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, ഇത്രേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാം കേട്ടോ.